യെസ്, ഫൈനലി നമ്മൾ മലയും ചുരവും കാടും ഒക്കെ താണ്ടി നമ്മൾ ഈ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. കാസിൽ പോയിന്റ്. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് ആയിരുന്നു. സോ ഫൈനലി വി പ്രസന്റ് യു കാസിൽ പോയിന്റ്. റമുറ്റേക്ക ചുരം, റമുറ്റേക്ക ഹിൽസ് എന്ന് പറയുന്ന നമ്മളിപ്പോൾ കയറി വന്ന ചുരം. എൻ്റെ ക്യൂട്ടൊരു ബിൽഡിംഗ് ഉണ്ട്, അതിനകത്ത് ആർട്ട് എക്സിബിഷൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അപ്പം മേടിച്ചോ? എങ്ങനെയുണ്ട്? എന്തോ മേടിച്ചേ? വാനിലയാ. കാസിൽ പോയിന്റ് ലൈറ്റ് ഹൗസിലേക്ക് നടന്നു പോയി കണ്ടിട്ട് സമയം ഇപ്പോൾ 5:30 കഴിഞ്ഞ് 6 മണിയാകാൻ പോകുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാസിൽ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു അതിനിഗൂഢമായ ലൈറ്റ് ഹൗസിലേക്ക് പോവുകയാണ്. നല്ല തണുപ്പുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 8 ഡിഗ്രിയോ 6 ഡിഗ്രിയോ എങ്ങാണ്ടാണ് ടെമ്പറേച്ചർ. 11 ഡിഗ്രി ബട്ട് ഫീൽസ് ലൈക്ക് 8 ഡിഗ്രി. നല്ല തണുപ്പുണ്ട്. അതായത് ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് സ്കാറ്റേർഡ് റെയിൻ, ക്ലൗഡി എന്നൊക്കെയാണ് കിടക്കുന്നത്. പക്ഷേ നമ്മൾ വെല്ലിംഗ്ടണിൽ നിന്ന് 3 മണിക്കൂർ യാത്ര ചെയ്ത് ട്രാവൽ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ഈ മഴയുണ്ടായാൽ തന്നെ അത് വെല്ലിംഗ്ടൺ സിറ്റിയിൽ പെയ്ത് നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാതെ മഴ പെയ്താൽ നമ്മുടെ പ്ലാൻ കംപ്ലീറ്റ് കുളമാകും. ഈ കാണുന്നത് പോലെ അത്യാവശ്യം ക്ലിയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആണ്, എന്നാൽ കുറച്ച് ക്ലൗഡിയുമാണ് ഇതല്ലേ. പക്ഷെ ഒരു ബ്യൂട്ടിഫുൾ മോർണിംഗ് ആണ്. സോ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഹോപ്പ്ഫുള്ളി ദിസ് വിൽ ബി എ സക്സസ്ഫുൾ ട്രിപ്പ്. സോ മറക്കാതെ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളും കണ്ടോളൂ. വളരെ എക്സൈറ്റിംഗ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈറ്റ് ഹൗസാണിത്, കാസിൽ പോയിൻ്റ്. അത് മാത്രമല്ല അതിന് കുറച്ച് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസും ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നിങ്ങൾ പോകുന്ന വഴിക്ക് ഞാൻ പറയാം. സോ എക്സൈറ്റഡ്. നിങ്ങൾ എക്സൈറ്റഡ് അല്ലേ? എക്സൈറ്റഡ് ആയിരിക്കും. അടിപൊളിയാണ്. ഞാൻ ഇത്രയും രാവിലെ എഴുന്നേറ്റ് ട്രിപ്പ് പോകുന്നത് വളരെ റെയറായിട്ടുള്ള ഒരു സംഭവമാണ്. എന്തായാലും നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ കൊണ്ടുവരാനായിട്ട് ഞാൻ കുറച്ച് എഫേർട്ട് എടുത്ത് രാവിലെ തന്നെ പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ? ഞാൻ റെഡി. ലെറ്റ്സ് ഗോ. ഹോപ്പ്ഫുള്ളി ഇന്നത്തെ ദിവസം നമുക്ക് എൻജോയ് ചെയ്യാമെന്ന് തോന്നുന്നു. നല്ല വിഷ്വൽസ് എടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ കാസിൽ പോയിൻ്റ് എന്ന നിഗൂഢമായ ലൈറ്റ് ഹൗസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
അഡ്രസ്സ്, ഈ ലൈറ്റ് ഹൗസിൻ്റെ കാസിൽ പോയിന്റ് ലൈറ്റ് ഹൗസിൻ്റെ അഡ്രസ്സ് ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് വളരെ റിമോട്ടായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് സ്ഥലം. നമുക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് നോക്കണം. മാസ്റ്റർസൺ സിറ്റി സെൻറ്ററിൽ നിന്ന് ടേൺ റൈറ്റ് ഓൺ ടേ ഒരേ റോഡ്. അപ്പോൾ ആദ്യം എന്തായാലും മാസ്റ്റർ ടൺ വരെ പോവാം, എന്നിട്ട് അവിടുന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മാസ്റ്റർ ടൺ സെറ്റ് ചെയ്ത് പോവാം. കറക്റ്റ് നമുക്ക് വഴി ചോദിച്ചു പോവാം. പക്ഷെ അങ്ങനെ ചോദിച്ചു പോകാൻ ന്യൂസിലൻഡിൽ ആളുകളില്ല. നമുക്ക് ആളുകളില്ല, ആടിനോട് ചോദിച്ചു പോവാം. അപ്പോൾ പോവല്ലേ, ലെറ്റ്സ് ഗോ. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരിക്കൽ കൂടി വെല്ലിംഗ്ടൺ സിറ്റിയോട് വിട പറഞ്ഞുകൊണ്ട് നമ്മുടെ കാസിൽ പോയിന്റ് ലക്ഷ്യമാക്കി ഹൈവേ കയറി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൂഗിൾ പറഞ്ഞതുപോലെ തന്നെ ക്ലൗഡി ആയിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേന് ചെറുതായിട്ടൊന്ന് മഴ പൊടിഞ്ഞു. പക്ഷേ ഇപ്പോൾ പിന്നെ മഴയൊന്നുമില്ല, ഒരു പ്ലസൻറ്റ് കാലാവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പം നേരെ ആദ്യം പോകുന്ന സ്ഥലത്തിൻ്റെ പേര് മാസ്റ്റർ ടൺ. ഈ മാസ്റ്റർ ടൺ എന്ന് പറയുന്നത് വെല്ലിംഗ്ടൺ കഴിഞ്ഞിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ്. അറിയത്തില്ല, ഇപ്പം നമ്മൾ മാപ്സിൽ ഈ മാസ്റ്റർ ടൺ എന്ന് ഉള്ള ആ ഒരു ഡിസ്ട്രിക്റ്റാണ് ലൊക്കേഷൻ വെച്ചിരിക്കുന്നത്, ഡെസ്റ്റിനേഷൻ. നേരത്തെ കണ്ടതുപോലെ നമ്മുടെ മാപ്സിൽ ഗൂഗിളിനകത്ത് ഇത് കറക്റ്റ് ലൊക്കേഷൻ, ഇത് ഞാൻ പറഞ്ഞതുപോലെ ഇച്ചിരി നിഗൂഢമായിട്ടുള്ളൊരു ലൈറ്റ് ഹൗസ് ആണ്. കുറച്ച് പോപ്പുലറാണ്, പക്ഷേ അതിൻ്റെ ആ ഒരു കറക്റ്റ് സ്പോട്ട് എവിടെയാണെന്ന് മാപ്പിലൊന്നും കാണിക്കുന്നില്ല. അത് കാരണം നമുക്കത് കണ്ടുപിടിച്ച് പോകേണ്ടതുണ്ട്. നമുക്ക് അതൊരു ചലഞ്ചാണ്. അപ്പം ഞങ്ങളിപ്പോൾ ഒരു ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വെല്ലിംഗ്ടണിൻ്റെ അടുത്തുള്ള ഒരു ചുരമാണ്. ഇതിൻ്റെ പേരാണ് റെമുറ്റേക്ക ഹിൽസ്. അപ്പോൾ നമ്മൾ വയനാടും വാഗമണും ഒക്കെ പോകുമ്പോൾ ഉള്ള അതേപോലെ തന്നെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഡ്രൈവാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എസ് വളവുകളും യൂ ടേണുകളും അതുപോലെ നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള, അതും റോഡിന് വീതിയും കുറവാണ്. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ. അതുമാത്രമല്ല, ഈ ഇതുപോലുള്ള കർവി റോഡുകളാണെങ്കിലും ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് സ്റ്റിൽ 80-100 ഒക്കെയാണ്. അതുകൊണ്ട് നമ്മൾ കെയർഫുള്ളായിട്ട് ഓടിച്ചു കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. ഏകദേശം ഒരു 15-20 കിലോമീറ്ററോളം ഇതുപോലെ ഒരു ചുരം കയറി നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ചലഞ്ചിങ്. അപ്പോൾ നമ്മളിവിടെ ഒരു സീനിക് ലുക്കൗട്ട് ഉണ്ട് ഈ ചുരം കയറിക്കൊണ്ടിരുന്നപ്പോൾ. ഉണ്ടല്ലേ, വെൽക്കം ടു സൗത്ത് വൈരാറാപ്പ. അപ്പോൾ ഇവിടെ ചെറിയൊരു ലുക്കൗട്ട് ഉണ്ട്, നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നിടത്തുനിന്ന് ഇതേ കണ്ടില്ലേ, ആ ഒരു കുന്ന് മൊത്തം കയറി നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ് ഇവിടെ. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഈ ചുരത്തിൻ്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റിലോട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചുരം ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അടിപൊളിയല്ലേ, ഫാന്റാസ്റ്റിക് വ്യൂ. നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന ഈ കുന്നിൻ്റെ പേരാണ് റെമുറ്റേക്ക. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് റെമുറ്റേക്ക ചുരം, റെമുറ്റേക്ക ഹിൽസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കയറി വന്ന ചുരം. അപ്പോൾ ഈ റെമുറ്റേക്ക ക്രോസിങ്ങിൻ്റെ ഒരു ബോർഡാണ്, സൈനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. 1915 മുതൽ 1918 വരെ എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറേ പട്ടാളക്കാരെയും ഡിസൈൻ ചെയ്തേക്കുന്നത് കാണാം, ഇങ്ങനെ നടന്നു പോകുന്നത് പോലെ.
അപ്പോൾ ഈ കുന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുന്നിൻ്റെ പേര് ശരിക്കും റമുറ്റേക്ക പാസ് എന്നാണ്. അതായത് സമുദ്രത്തിൽ നിന്ന്, അതായത് നമ്മുടെ ടാസ്മാൻ സീയിൽ നിന്ന് 555 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു പാസ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം 555 മീറ്റർ ഉയരത്തിലാണ് അബോവ് സീ ലെവൽ. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റമുറ്റേക്ക എന്ന് പറയുന്നത്, ഈ ഒരു കുന്ന് എന്ന് പറയുന്നത് വെല്ലിംഗ്ടണിനോട് ചേർന്ന് കിടക്കുന്ന വൈരാറാപ്പ, അതായത് ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത് പോലെ ഉണ്ടല്ലേ, വൈരാറാപ്പ എന്ന് പറയുന്നതാണ് വെല്ലിംഗ്ടണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ജില്ലയാണ്. അപ്പോൾ ഈ വെല്ലിംഗ്ടൺ സിറ്റിയെയും, അതായത് വെല്ലിംഗ്ടൺ ജില്ലയും വൈരാറാപ്പയും കണക്ട് ചെയ്യുന്ന ഒരു പാസ്സാണ്, ഒരു റോഡാണ് ഈ റമുറ്റേക്ക പാസ്, റമുറ്റേക്ക ഹിൽ റോഡ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന ചുരം. അപ്പോൾ 1856 എന്തോ ആണ് ഈ ഒരു പാസ് തുറന്നത്. ഇതിൻ്റെ മെയിൻ ഉപയോഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലൻഡ് അഗ്രികൾച്ചർ ആണല്ലോ മെയിൻ. അപ്പോൾ ഈ 2 ജില്ലകൾ തമ്മിൽ, വൈരാറാപ്പയും വെല്ലിംഗ്ടണും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റോഡാണിത്. അതിനുവേണ്ടിയായിട്ടാണ്, അതായത് അവിടെ ഈ അനിമൽസിൻ്റെ പ്രോഡക്ട്സും ഡയറി പ്രോഡക്ട്സും ഈ വൂളും ഒക്കെ ഈ 2 ജില്ലകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉണ്ടാക്കിയ റോഡാണിത്. അതുമാത്രമല്ല, ഫസ്റ്റ് വേൾഡ് വാറിന്, അതായത് 1ാം ലോക മഹായുദ്ധത്തിന് ഈ കുന്നിൻ്റെ ഒരു വശത്ത് ഫെദർസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്തൊരു മിലിറ്ററി ക്യാമ്പുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വന്ന വഴിയിൽ അപ്പർ ഹട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് മറ്റൊരു മിലിറ്ററി ക്യാമ്പും ഉണ്ട്. അപ്പോൾ ഈ 2 ക്യാമ്പുകളും തമ്മിൽ പട്ടാളക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാർച്ച് നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അതിനൂടെ ഉപയോഗിച്ചിരുന്ന ഒരു ക്രോസിംഗ് ആണ് ഈ റമുറ്റേക്ക ക്രോസിംഗ് എന്ന് നമ്മൾ നേരത്തെ കണ്ട അവിടെ ഒരു സൈൻ ബോർഡ് കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ നമുക്കിനി നമ്മുടെ ട്രിപ്പ് റിസീവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കറങ്ങി ഓടിക്കുന്നതുകൊണ്ടായിരിക്കും ചെറിയൊരു തലകറക്കം അനുഭവപ്പെടുന്നുണ്ട്. എനക്കോടി എൻ്റെ കാതടഞ്ഞു. രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയില്ല. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഡ്രൈവ്. ഇവിടെ ഓടിക്കുമ്പോൾ എനിക്ക് മറ്റൊന്നും പറയാനില്ല നിങ്ങളോട്. ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ, ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയാൽ നമ്മളും എഞ്ചിനും തവിട് പൊടി. അപ്പോൾ നമ്മളിപ്പോൾ ചുരമൊക്കെ ഇറങ്ങി ഈ ചുരത്തിൻ്റെ താഴെയുള്ള നേരത്തെ പറഞ്ഞ ആ ഫെദർസ്റ്റൺ എന്ന് പറയുന്ന ചെറിയൊരു ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കുഞ്ഞു ടൗണാണിത്, കണ്ടില്ലേ. അപ്പോൾ ഇവിടുന്ന് ചെറിയൊരു കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഈ ചെറിയ ടൗണിൽ ഇങ്ങനെ ഇതുപോലെ പബ്ലിക് ടോയ്ലറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതെന്തായാലും വലിയൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഡെസ്റ്റിനേഷൻ എത്താറായി. അതായത് നമ്മൾ മാപ്പിൽ ഇപ്പോൾ മാസ്റ്റർ ടൺ ആണ് വെച്ചിരിക്കുന്നത്. ശരിക്കുള്ള നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ ലൊക്കേഷൻ മാപ്പിൽ കാണിക്കാത്തതുകൊണ്ട് മാസ്റ്റർ ടൺ വെച്ചിട്ട് അവിടെ എത്താറായി. ഇനി ഒരു 10-15 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ഗ്രേറ്റ് ടൗൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. പക്ഷെ നല്ല വിശപ്പ് കാരണം ഇവിടെ ചാർലീസ് ചിക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു ഫണ്ടി ആയിട്ടുള്ളൊരു ഫണ്ണി ബോർഡ് കണ്ടു. അപ്പോൾ അവിടെ പോയി എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വന്ന് കഴിച്ചാലോ എന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മൾ ചാർലീസ് ചിക്കനിൽ നിന്ന് കുറച്ച് ചിക്കൻ തൈസും ചിപ്സും കൂടെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആകുമ്പോഴത്തേന് ഈ ചെറിയ ഗ്രേറ്റ് ടൗൺ ഒന്ന് ഇറങ്ങിയിട്ട് വരാം. ചെറിയൊരു കുഞ്ഞു ടൗണാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാം ആൻഡ് ക്വയറ്റ്. അപ്പോൾ മെയിനായിട്ടുള്ള സിറ്റീസ്, അതായത് വെല്ലിംഗ്ടണൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ ടൗണുകളും വളരെ വിജനമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് വേഗം ഒന്ന് ചുറ്റിയിട്ട് വരാം. നമുക്ക് അധിക സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വേഗം വെതറൊക്കെ ഇതേപോലെ നിൽക്കുമ്പം തന്നെ നമുക്ക് കാസിൽ പോയിന്റിലെത്തണം. അപ്പോൾ അധിക സമയം സ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും നല്ല ക്യൂട്ടൊരു ബിൽഡിംഗ് ഉണ്ട്. അതിനകത്ത് ആർട്ട് എക്സിബിഷൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ എക്സിബിഷൻ ഒന്ന് കയറി കണ്ടിട്ട് വരാം.
നമ്മൾ ഈ കണ്ട ഈ അടിപൊളി ആർട്ട് വർക്ക് എല്ലാം ഈ മാർക്ക് അലൻ ലീ എന്ന് ഇവിടുത്തെ ഈ ഗ്രേ ടൗണിൽ ലോക്കലായിട്ടുള്ളൊരു ആർട്ടിസ്റ്റിൻ്റെയാണ്. അല്ലേ, ഒരു സ്റ്റിയറിംഗ് വീല്, മോറിസ് എന്ന് പറയുന്ന പഴയ വണ്ടിയുടെ സ്റ്റിയറിംഗ് വീലിലാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ഈ ലൈറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. വെരി ബ്യൂട്ടിഫുൾ, വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ ഒരു അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, വളരെ ക്വിക്കായിട്ടുള്ളൊരു ടൂറായിരുന്നു അത്, ആർട്ട് എക്സിബിഷൻ. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ഞാൻ ആ വീഡിയോയിൽ എടുത്ത് കാണിച്ചത്. മാർക്ക് ലീ എന്ന് പറയുന്ന വളരെ ക്ലവർ ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണെന്ന് തോന്നുന്നു. വളരെ യുണീക്കായിട്ടുള്ള ഡിസൈൻസാണ് ഞാൻ കണ്ടത്. അപ്പോൾ അവരെന്തായാലും എൻ്റെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവരെനിക്കൊരു കാർഡൊക്കെ തന്നു പുള്ളിയെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട്, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാങ്ങാനായിട്ട്. പക്ഷേ വളരെ അതെ എല്ലാം പഴയ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഈ ആർട്ട് വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ നല്ലൊരു കാര്യം. അതുകൊണ്ട് കളയാതെ, അങ്ങനെ ജങ്കായിട്ട് കളയാതെ അതെല്ലാം യൂസ് ചെയ്ത്. ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് ആ മോറിസ് കാറിൻ്റെ സ്റ്റിയറിംഗ് വീൽ ഉപയോഗിച്ച് 1938 ഒരു മോറിസ് കാറിൻ്റെ സ്റ്റിയറിംഗ് വീൽ ഉപയോഗിച്ച് ചെയ്ത ആ ഒരു ആർട്ട് വർക്കായിരുന്നു. എന്തായാലും ഇതുപോലുള്ള ക്വിക്ക് ഷോർട്ട് വിസിറ്റ്സ് എപ്പോഴും നല്ലതായിരിക്കും, നല്ല ഒരു ഹാപ്പി ഫീലിംഗ് കിട്ടും. എന്തായാലും ഇനി നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. വെതർ ഇപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഈ വെതർ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി അമേസിങ്. നമുക്ക് പോയി നോക്കാം. അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇപ്പോൾ പോവല്ലേ. നമ്മളൊരു ഐസ്ക്രീം കട നടക്കുകയാണ്. ഗ്രേ ടൗണിലൊരു വളരെ പോപ്പുലറായിട്ടുള്ള അടിപൊളി ഒരു ഐസ്ക്രീം കട ഉണ്ടെന്ന് നമ്മളിവിടെ വായിച്ചു. അത് തപ്പി ഇങ്ങനെ നടന്നതാണ്. അപ്പോൾ അത് കാണാത്തതിൻ്റെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. യെസ്, അങ്ങനെ ഫൈനലി ആ ഐസ്ക്രീം കട കണ്ടുപിടിച്ചിരിക്കുകയാണ്. മിനീസ് ഐസ്ക്രീം ഷോപ്പ്. മേടിച്ചോ? എങ്ങനെയുണ്ട്? അടിപൊളി. എന്തോ മേടിച്ചേ? വാനിലയാ, പക്ഷെ ഇതുവരെ കഴിച്ചിട്ടുള്ള ഐസ്ക്രീം പോലെ നല്ല ഭയങ്കര ടേസ്റ്റാണ്. ടേസ്റ്റ് ചെയ്യും. യെസ്, മേടിച്ചത് വെർത്തായി. വളരെ ടേസ്റ്റിയാണ്. യെസ്, ഇറ്റ്സ് വെരി ടേസ്റ്റി. നമ്മൾ മേടിച്ച ചാർലീസ് ചിക്കൻ ഇതാണ്. 2 ബോക്സ് ഉണ്ട്. ഒന്ന് ചിക്കൻ തൈസും ചിപ്സും, മറ്റേത് ജസ്റ്റ് ചിപ്സ് മാത്രം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതാണ് സംഭവം. ചിക്കൻ പീസ്, ഒരു ചിക്കൻ ബ്രസ്റ്റും കുറച്ച് തൈസും ഉണ്ട്. ഇതുപോലെ നല്ല അടിപൊളി ചിപ്സും ഉണ്ട്. ചിപ്സ് വിത്ത് ചിക്കൻ സോൾട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പൊക്കോണ്ടിരിക്കുന്ന റോഡ് ഇത് ചെന്ന് തീരുന്നത് ഈ കാസിൽ പോയിന്റ് എന്ന് പറയുന്ന ലൈറ്റ് ഹൗസിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരേ ഒരു വഴിയാണ് ഈ നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന റോഡ്. കംപ്ലീറ്റ് വിജനം, ഒറ്റ വണ്ടികളില്ല. അപ്പോൾ വെറുതെ അല്ല നമ്മുടെ GPS ഇത് കാണിക്കാതെ, അങ്ങനൊരു റൂട്ടേ കാണിക്കുന്നില്ല. സിനിമയുടെ പേര് പോലെ ഭൂപടത്തിലില്ലാത്തൊരിടത്തേക്കാണ് നമ്മളീ പൊക്കോണ്ടിരിക്കുന്നത്. ഭൂപടത്തിലില്ലാത്തൊരിടം തേടി നമ്മളിതാ പോകുന്നു. സീരിയസ് ആയി ടീം. യെസ്, ഫൈനലി നമ്മൾ മലയും ചുരവും കാടും ഒക്കെ താണ്ടി നമ്മൾ ഈ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. കാസിൽ പോയിന്റ്. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് ആയിരുന്നു. സോ ഫൈനലി വി പ്രസന്റ് യു കാസിൽ പോയിന്റ്. അവിടെ കണ്ടോ, അതാണ് നമ്മുടെ കാസിൽ പോയിന്റ് ലൈറ്റ് ഹൗസ്. സോ നമുക്ക് അവിടം വരെ പോയിട്ട് വരാം. ഒരു 100-200 മീറ്ററോളം നടക്കാനുണ്ട്. പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഞാൻ പടത്തിലും ചില വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതൊരു രക്ഷയില്ലായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ. ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. അവിടെയായിട്ട് കടലാണ്. അവിടെ ഇതേപോലെ ഒരു സെപ്പറേഷൻ കാണാൻ സാധിക്കും. കടലും ഇപ്പുറത്തെ ഒരു ബീച്ചും കൂടെ ഒരു സെപ്പറേഷൻ കാണാം. നമ്മുടെ വേളി, തിരുവനന്തപുരത്ത് വേളി കടപ്പുറം പോലെ
പക്ഷേ ഇത് വലിയൊരു മണൽത്തിട്ടയാണ്. കാസിൽ പോയിന്റ് സീനിക് റിസർവ്. നമുക്ക് കാസിൽ പോയിന്റ് ലൈറ്റ് ഹൗസിലേക്ക് നടന്നു പോയി കണ്ടിട്ട് വരാം. നല്ല കാറ്റുണ്ട്. ഞങ്ങളിപ്പോൾ ബീച്ച് ആക്സസ് റോഡ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ കൂടെ ഈ ലൈറ്റ് ഹൗസ് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റ്. വണ്ടികളൊക്കെ 4x4 വണ്ടികളൊക്കെ അതുവഴി ഇങ്ങനെ വെള്ളമൊക്കെ അടിച്ച് തെറിച്ച് വരുന്നുണ്ട്. അടിപൊളി. എന്തായാലും ഇനി കൂടുതൽ താമസിയാതെ കാറ്റ് കൂടുന്നതിന് മുമ്പ് നമുക്ക് ഈ ലൈറ്റ് ഹൗസ് എത്തണം. അപ്പോൾ ഗൈസ് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടോളൂ. വളരെ മനോഹരമായ ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ. ഇനിയും ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ നടന്ന ആ ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നതായിരിക്കും. അതോടുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് ന്യൂസിലൻഡിലെ വളരെ നിഗൂഢമായ ഈ ലൈറ്റ് ഹൗസിലേക്ക് നിങ്ങളെ ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതുപോലെ ബീച്ചിലെല്ലാം തിരയടിച്ച് മണൽ വെള്ളമായിട്ട് മിക്സായി ആകെ ഒരു ചെളി രൂപത്തിലാണ്. ദാറ്റ് ഈസ് ദ കാസിൽ പോയിന്റ് ലൈറ്റ് ഹൗസ്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ. അടിപൊളിയല്ലേ? അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് അടിച്ചോളൂ. ഇതുപോലെ മനോഹരമായ ന്യൂസിലൻഡ് കാഴ്ചകളുമായി ഇനിയും പുതിയ പുതിയ വീഡിയോകൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ബീച്ചിലെ മണലിൽ നിന്നൊക്കെ നമ്മളിപ്പോൾ ഒരു കോൺക്രീറ്റ് പാത്ത് വേയിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ പാത്ത് വേ ആണ് ലൈറ്റ് ഹൗസിൻ്റെ അടുത്തേക്ക് നമ്മളെ എത്തിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ വാണിംഗ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് വിൻഡിൽ സാധ്യതയുള്ള ഏരിയയാണ്. അതുകൊണ്ട് എപ്പോഴും സൂക്ഷിക്കണമെന്ന് അത് വന്നപ്പോഴേ നമുക്ക് മനസ്സിലായി. ഒടുക്കത്തെ കാറ്റ്. പക്ഷേ ഇപ്പോൾ നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ തണുപ്പില്ല. നല്ല കാറ്റുണ്ടെങ്കിലും തണുപ്പില്ല. അത്യാവശ്യം ഒരു വാം വെതറാണ്. ലൈറ്റ് ഹൗസിൻ്റെ അടുത്തെത്തി. ഒരു വലിയൊരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഈ ലൈറ്റ് ഹൗസ്. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള വ്യൂ ഉണ്ടല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും കയറിയിരിക്കുകയാണ്. വലിയ ഹൈറ്റൊന്നും ഇല്ല. ഒരു 100 മീറ്ററോളം മുകളിലോട്ട് കയറണം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വലിയ ക്ലിഫ് പോലെ ഒരു റോക്കാണ്. പക്ഷേ ഇതിൻ്റെ മുകളിൽ വരെ വെള്ളം കാണാം. അതെനിക്കൊന്ന് തിര ഹൈറ്റായിട്ടുള്ളപ്പോൾ തിര അടിച്ച് മുകളിലേക്ക് വെള്ളം കയറുന്നതാണ്. എന്തല്ലേ? യെസ്, ഓൾമോസ്റ്റ് ദെയർ. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന ഇതാണ് കാസിൽ പോയിന്റ് ലൈറ്റ് ഹൗസ്. അങ്ങനെ നമ്മൾ 3 മണിക്കൂർ വെല്ലിംഗ്ടണിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് ഇങ്ങ് എത്തിയിരിക്കുകയാണ്. ഈ മനോഹരമായ ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ലൈറ്റ് ഹൗസും നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു ഇതെല്ലാം ഒരു പാറയുടെ മുകളിലാണ്. ഒറ്റ ഒരു പാറയുടെ മുകളിലാണ്. ഈ പാറയുടെ പേരാണ് കാസിൽ റോക്ക്.
അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു പറഞ്ഞാൽ ഈ ഹോൾ റോക്ക്, ഈ കാസിൽ പോയിന്റ് ലൈറ്റ് ഹൗസ് നിൽക്കുന്ന ഈ ഒരു ഉൾപ്രദേശം കടലിൻ്റെ അടിയിലായിരുന്നു വർഷങ്ങൾക്ക് മുൻപ്. അങ്ങനെ പിന്നെ ഭൂമിയുടെ ഈ ടെക്ടോണിക് ആക്ടിവിറ്റീസൊക്കെ കാരണം ഈ ഇത് പൊങ്ങി വന്ന് അങ്ങനെയാണ് ഈ റോക്ക് വിസിബിളായി. അതിനുശേഷം കാലങ്ങൾക്ക് ശേഷം ഈ ഹോൾ ന്യൂസിലൻഡ് എന്ന് പറയുന്നത് ഇങ്ങനൊരു ടെക്ടോണിക് ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് പൊങ്ങി വന്ന ഒരു സംഭവമാണ്, ഒരു ലാൻഡാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്താണ് ലൈറ്റ് ഹൗസ് അവർ പണിഞ്ഞിരിക്കുന്നത്. കാസിൽ പോയിന്റ് ലൈറ്റ് ഹൗസ് കൂട്ടുകാരെ, കാസിൽ പോയിന്റ് ലൈറ്റ് ഹൗസ്. പാറയൊക്കെ കണ്ടില്ലേ? Oh my God. That's how I move on, that's how I stay strong. A new day's on, I'll keep moving right along. And I feel like the pain in the past, it needs to stay in the past. You gotta take off the cast. I wanna feel like I'm a new person. I wanna have clear vision and purpose. And I feel like the pain should last. You can move on. കയ്യെത്തും ദൂരത്തെത്തിയിരിക്കുകയാണ്. 1913 ഈ ലൈറ്റ് ഹൗസ് സ്ഥാപിതമായത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലൻഡിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് ഹൗസാണിത്. 52-55 മീറ്ററാണ് ഈ ലൈറ്റ് ഹൗസിൻ്റെ ഉയരം. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ളി കാസ്റ്റ് അയൺ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. യെസ്, കണ്ടില്ലേ? അല്ലേ, അടിപൊളിയല്ലേ? നമ്മളിപ്പോൾ കാസിൽ പോയിന്റ് ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് പറയുന്നത് സൗണ്ട് കുറവാണെങ്കിൽ ക്ഷമിക്കണം. പോയിന്റ് ലൈറ്റ് ഹൗസ് ഇപ്പോഴും പ്രവർത്തനമുണ്ട്. പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഓയിൽ വെച്ചാണ് ഈ മേളിൽ ലാമ്പ് കത്തിച്ചുകൊണ്ടിരുന്ന പണ്ട്. ഇപ്പോൾ അത് ഓട്ടോമേറ്റഡ് ആണെന്ന്. ഇതിൻ്റെ കൺട്രോൾ റൂം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വന്ന് നമ്മുടെ വെല്ലിംഗ്ടൺ സെൻറ്ററിലാണ് ഈ ലൈറ്റ് ഹൗസിൻ്റെ ഓപ്പറേറ്റിംഗ് കൺട്രോൾ റൂം. അപ്പോൾ കുറച്ച് പ്രത്യേകതകളാണ് ഈ കാസിൽ പോയിന്റ് ലൈറ്റ് ഹൗസിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഇതാണ് ന്യൂസിലൻഡിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള 55 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ലൈറ്റ് ഹൗസ്. ഇതെന്താണ് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ ഒരു ക്ലൂ നമ്പർ 2 ഫൈൻഡ് മിസ്റ്റർ ഹൂസൺ അറ്റ് ദ ഹൗസ്. ആരെങ്കിലും എന്തെങ്കിലും ഗെയിം കളിച്ചാണോ ഇവിടെ? അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തെങ്കിലും ഗെയിം കളിച്ചതായിരിക്കും. ഒക്കെ എഴുതി വെച്ചേക്കുന്നു. അപ്പം ഇനി മുകളിലോട്ട് പോയി നോക്കാം. I think about my actions, plan them out, evaluated. That's how I end up on the top, man, I'm calculated. My mind's a weapon, my body is the engine. I'm never second guessing. നമ്മൾ നടന്ന് ഈ കുന്നിൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. Look at the view. So beautiful. കണ്ടില്ലേ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഈ കുന്നും ചുരവും ഫോറസ്റ്റും ഈ കടലിൻ്റെ അടുത്തേക്ക് നമ്മൾ ഈ കാറ്റത്ത് എത്തിയിരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഈ നല്ല വിഷ്വൽസ് കൊണ്ട് എത്തിക്കാനാണ്. അപ്പോൾ ഈ ഒറ്റപ്പാടെല്ലാം സഹിക്കുന്നതെല്ലാം ഈ നല്ല വിഷ്വൽസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക,
ഈ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ മനോഹരമായ ന്യൂസിലൻഡിൻ്റെ കാഴ്ചകൾ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് സ്റ്റേ ട്യൂൺഡ് അല്ലേ. അടിപൊളിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ എന്തായാലും മറ്റൊരു അടിപൊളി ന്യൂസിലൻഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. ഞാൻ ഈ കൈ ഈ തൊപ്പിയിൽ ഇങ്ങനെ പിടിച്ചേക്കുന്നതിൻ്റെ കാരണം ഭയങ്കര വിൻഡിയാണ്. അത് കാരണം തൊപ്പി പറന്നുപോയി 2 തവണ. അപ്പോൾ ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഇങ്ങനെ പിടിച്ചേക്കുന്നത്. ഒരു തവണയും കൂടെ ഇവിടെ വെച്ച് തൊപ്പി പോയി കഴിഞ്ഞാൽ അത് കടലിൽ തന്നെ വീഴത്തുള്ളൂ, പിന്നെ തൊപ്പി കിട്ടത്തില്ല. My body is the engine, I'm never second guessing, I just do what I was destined, cause I feel I got the blessing, persistence and obsession, that's how you keep progressing, I already learned that lesson, yeah. I'm changing who I